ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നിങ്ങൾ ക്യാപ്ഷൻ കണ്ട പോലെ ഇപ്രാവശ്യത്തെ റമളാനിലെ ആദ്യത്തെ നോമ്പിൻ്റെ സ്പെഷ്യൽ സ്നാക്സാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. രണ്ടും സിമ്പിളാണ്, ഭയങ്കര വെറൈറ്റി ഒന്നുമല്ല, പക്ഷേങ്കിൽ ലുക്കിൽ രണ്ടും ചെറിയ വെറൈറ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊക്കെ ഞാൻ സെയിം ഫില്ലിങ് വെച്ചിട്ടാണ് രണ്ട് സ്നാക്കും ഉണ്ടാക്കിയത്. അപ്പോൾ ആദ്യം തന്നെ സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് ഉണ്ടാക്കുക. ഒന്നുകിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ, രണ്ടിലേതായാലും കുഴപ്പമില്ല, ബട്ടർ ആയാലും കുഴപ്പമില്ല. ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, ഇത്രയും ചെറിയൊരു പീസ് ഇഞ്ചി ചോപ്പ് ചെയ്തത്, ആവശ്യത്തിനുള്ള പച്ചമുളക്, പിന്നെ 3 മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം മെഷർമെൻറ്റ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എഴുതി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് വാട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിടുക. ഇതിൽ വാടി വരുന്നതിന് മുന്നേ ഞാൻ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ ചിക്കനോ ബീഫോ ഏതായാലും ഇട്ട് കൊടുക്കാം. അപ്പം ഞാനില്ലേ വേവിക്കാത്ത ചിക്കനാണ് ഇപ്പോൾ ഇതിലേക്ക് ഇടുന്നത്. കുഞ്ഞു പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് ഇടുന്നത്. നിങ്ങൾ ചിക്കൻ വേവിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഷ്രെഡ് ചെയ്തെടുക്കൂലേ, അങ്ങനെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിച്ചിട്ട് ചെറിയ പീസായിട്ട് ഇടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇടണ്ട, ലാസ്റ്റ് ഇട്ടാൽ മതി. ഞാനിപ്പോൾ വേവിക്കാത്ത ചിക്കൻ ആയതുകൊണ്ട് ഈ ഒരു ടൈമിലിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തേനെ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഉള്ളി ഇട്ടപാട് തന്നെ ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തേനെ. ഉള്ളി വാടുന്നതിന് മുന്നേ ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. ഉള്ളിയെല്ലാം ഒന്ന് അടഞ്ഞ് ചിക്കൻ പെട്ടെന്ന് വെന്തോളും. ചെറിയ പീസായിട്ട് കട്ടാക്കിയിട്ടല്ലേ അവിടെ ക്ലോസ് ആക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ ഇതെല്ലാം പെർഫെക്റ്റായിട്ട് കുക്കായിട്ടുണ്ടാവും കേട്ടോ. ആ ചിക്കനിന് വെള്ളമെല്ലാം ഇറങ്ങി അതെല്ലാം വറ്റി ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ അവിടെ അടച്ചു വെച്ചാൽ മതിയേ. ഇനി മുന്നേ തന്നെ ഞാനിതാ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടതിന് 3 ഒരു മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തതിന്. അപ്പോൾ ഇതാ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഉടച്ചെടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ ടേസ്റ്റ് പോലെ ഒന്നുകിൽ മല്ലിയില അല്ലെങ്കിൽ കറിവേപ്പില ഏതായാലും ഇടാം. പിന്നെ നിങ്ങൾക്ക് ഗരം മസാലേൻ്റെ ടേസ്റ്റെല്ലാം ഇഷ്ടമാണെങ്കിൽ അത് കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫില്ലിങ് റെഡിയായി. ഈ ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് എന്തുണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു ഫില്ലിങ്ങാണ് ഇത്. ഏകദേശം നമ്മൾ കട്ട്ലേറ്റിൻ്റെ എല്ലാം പോലെ തന്നെ. ഇനിയിപ്പോൾ നമുക്ക് മാവ് കുഴച്ചെടുക്കണം. 3 കപ്പ് മൈദ മാവാണ് ഞാനിപ്പോൾ എടുത്തതിന്. നമ്മൾ ഉണ്ടാക്കിയ അത്രയും ഫില്ലിങ്ങിന് സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 കപ്പ് മൈദ മാവ് വേണ്ട വരുവേ. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പിടുക, ആവശ്യത്തിനുള്ള പച്ചവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴക്കൂലേ, അതേപോലെ കുഴച്ചാൽ മതി. അധികം ലൂസ് ആവാൻ പാടില്ല കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്കിത് ഷേപ്പാക്കി എടുക്കാൻ പറ്റില്ല. ഭയങ്കരമായിട്ട് ലൂസ് ആവാണ്ട് ഇതാ ഞാൻ ഈ കുഴച്ച പോലെയെല്ലാം തന്നെ കുഴച്ചെടുക്കുക. പിന്നിൽ ഞാനെപ്പോഴും റമളാനായി കഴിഞ്ഞാൽ എന്ത് സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഫില്ലിങ് രാവിലെ ഉണ്ടാക്കി വെക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വൈകുന്നേരമുള്ള പണികൾ ഭയങ്കര സിമ്പിളാവട്ടെ. നമുക്ക് സിമ്പിളായിട്ട് തോന്നും. അങ്ങനെ പാർട്ടായിട്ട് ചെയ്യാമെന്നെങ്കിൽ ഇപ്പോൾ കുറച്ചാക്കുന്നതാണെങ്കിലും കൂടുതലാക്കുന്നതാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെ. സ്നാക്കിലേക്കുള്ള ഫില്ലിങ് ആദ്യം ഉണ്ടാക്കി വെക്കുക, എന്നിട്ട് ലാസ്റ്റ് ബാക്കിയുള്ള പരിപാടി ചെയ്താൽ മതി. പക്ഷേങ്കിൽ ഇതിപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ഞാൻ രാവിലെ തന്നെ ഫ്രൈ ആക്കിയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തതാണ്. ഇത് ഞാൻ ഫസ്റ്റ് റമളാൻ തന്നെ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. ഫസ്റ്റ് നോമ്പിന് തന്നെ. നമുക്കിവിടെ ഒമാനിൽ കേരളത്തിലെ പോലെ തന്നെയാണ് വരുന്നത് കേട്ടോ. സെയിം ദിവസം 19-ാം തീയതി. അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ പരത്തിയെടുത്തിന് റൗണ്ടിൽ പരത്തിയെടുക്കുക. എന്നിട്ട് കുറച്ച് ഫില്ലിങ് വെച്ചെടുക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. ഒരു വെറൈറ്റി ലുക്ക് കിട്ടും. നമ്മൾ ക്രോയിസൻ്റില്ലേ, ക്വിസോണില്ലേ, അതിൻ്റെ എല്ലാം ഒരു ലുക്ക് ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഒരു മൂണിൻ്റെ ഷേപ്പ് അതേപോലെയെല്ലാം ഉണ്ടാവും. അപ്പോൾ ആദ്യം ഫില്ലിങ് വെച്ച് കറക്റ്റായിട്ട് അട ഒട്ടിച്ചു കൊടുക്കണേ. എന്നിട്ട് 2 സൈഡും ഒന്ന് കട്ടാക്കിയിട്ട് മാറ്റുക. എന്നിട്ടില്ലേ ഇത് കട്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഫില്ലിങ് തുടങ്ങുന്ന സ്ഥലത്തുനിന്ന് മാത്രമേ കട്ടാക്കാവേ. കുറച്ച് ദൂരോട്ടൊന്നും കട്ടാക്കരുത്. ഫില്ലിങ്ങിൽ തട്ടിപ്പോവുകയും ചെയ്യരുത്. ഫില്ലിങ്ങിൽ തട്ടിപ്പോയി കഴിഞ്ഞാലില്ലേ
ആടെ വിള്ളൽ വന്നിട്ട് ഫ്രൈ ആക്കുന്ന സമയത്ത് ഓയിൽ കുടിക്കും. അതുകൊണ്ട് കറക്റ്റ് ആ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് തന്നെ കട്ട് ചെയ്യുക. എന്നിട്ട് ഞാൻ കുറച്ച് വെള്ളമാക്കി കൊടുത്തിനെ ഇതിങ്ങനെ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ ആടെ ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുത്താൽ ആടെ കറക്റ്റ് ഒട്ടി നിന്നോളും, കുറച്ച് വെള്ളം തേച്ച് കൊടുത്താൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ട് നമുക്ക് ഈ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഭയങ്കര സിമ്പിളാണ് ഇങ്ങനെ ആക്കിയെടുക്കാൻ. എന്നിട്ടില്ലേ ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഒന്നിങ്ങനെ വളച്ചു കൊടുക്കൂലേ, അങ്ങനെ ആക്കി കൊടുത്താൽ നല്ല രസമുണ്ടാവും ഇത് കാണാൻ. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് മൊത്തത്തിൽ ചെയ്തെടുക്കുക. പക്ഷേ ഞാനിപ്പോൾ കുറച്ച് മാത്രമേ ഇപ്പോൾ ഫ്രൈ ചെയ്തിട്ട് കാണിക്കുന്നുള്ളൂ കേട്ടോ. ഞാനൊരു 6-7 എണ്ണം മാത്രമേ ഇങ്ങനെ ഷേപ്പ് ആക്കിയിട്ടുള്ളൂ. ബാക്കി ഫ്രഷായിട്ട് എന്താ പറയുക, ഇഫ്താറിൻ്റെ ടൈമിൽ തന്നെ ഫ്രൈ ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇല്ലേ ഞാനിതിൽ കുറച്ചൊരു ലുക്ക് കിട്ടാൻ വേണ്ടി, ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് നല്ലൊരു ലുക്ക് കിട്ടാൻ വേണ്ടി മാത്രം കേട്ടോ, കുറച്ച് കരിഞ്ജീരകമോ അല്ലെങ്കിൽ എള്ളോ പിന്നെ വൈറ്റ് എള്ളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എനിക്ക് വേണമെങ്കിൽ മാവ് പരത്തുന്ന സമയത്തും അല്ലെങ്കിൽ കുഴക്കുന്ന സമയത്തും ഇട്ട് കൊടുത്താൽ വേറൊരു ലുക്കും ടേസ്റ്റും കിട്ടും. ചെറിയൊരു എന്താ പറയുക വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇനിയില്ലേ നല്ല ചൂടായ ഓയിലിട്ടിട്ട് ഫ്രൈ ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇത് രാവിലെ ഫ്രൈ ചെയ്ത് ഒരു 6-7 എണ്ണം. ഇതിപ്പോൾ ഞാൻ വൈകുന്നേരം ഇഫ്താറിനൊക്കെ എടുക്കണമെങ്കിൽ എയർ ഫ്രൈ ചെയ്തെടുക്കുക എന്നിട്ടാണ് ചെയ്യുക. നമ്മൾ ഏതെങ്കിലും ഫ്രൈഡ് ഐറ്റംസ് ആയാലും എയർ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഏകദേശം അതേപോലെ ഫ്രഷായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. ഒരിക്കലും നമ്മൾ ഒരിക്കൽ പൊരിച്ച സാധനം പിന്നെയും ഫ്രൈ ആക്കാൻ പാടില്ല കേട്ടോ, അന്നേരം ഭയങ്കരമായിട്ട് ഓയിൽ കുടിക്കും. എയർ ഫ്രൈ ചെയ്തെടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ ചൂടോടെ പൊരിച്ച് എടുത്താൽ മതി. ഇത് പൊരിക്കുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ആ ഒരു ഷേപ്പ് മനസ്സിലാവുക. ഇതേണ്ട നല്ല രസമില്ലേ കാണാൻ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്ക്, വെറൈറ്റി ലുക്കായിരിക്കും. നല്ല ചൂടോടെ തന്നെ സെർവ് ചെയ്യണം. ടൊമാറ്റോ സോസ് ആണെങ്കിൽ അതിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ട് ഒരു ചെറിയ എരിവുള്ള ഡിപ്പാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. പിന്നെ സെയിം ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചീസ് ക്രിസ്പി ബോളും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ചീസി ക്രിസ്പി ബോളായത് ആദ്യം ഇത് കുറച്ച് നമ്മൾ ഫില്ലിങ് എടുത്തിട്ട് ഒന്ന് കയ്യിൽ വെച്ച് പരത്തിയിട്ട് ഉള്ളിൽ ചീസ് വെച്ച് കൊടുക്കുക. മോസറല്ല ചീസാണ് ഞാൻ വെച്ച്, എനിക്ക് ഇഷ്ടമുള്ള ചീസ് വെക്കുക. എന്നിട്ട് ഇതേപോലെ ഷേപ്പാക്കിയിട്ട് മാറ്റി വെക്കുക. ഞാൻ ഈ ഒരു ഐഡിയ കാണിച്ചു തന്നേ ഉള്ളൂ. പിന്നെ കുറേ ഇഫ്താർ റെസിപ്പീസ് എല്ലാം ഇപ്പം എല്ലാവരുടെയും യൂട്യൂബിലായാലും ഇൻസ്റ്റയിലായാലും എല്ലാം ഇങ്ങനെ കാണാൻ പറ്റും. പിന്നെ എന്നോട് റെസിപ്പീസ് ചെയ്യണമെന്ന് പറഞ്ഞവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ റെസിപ്പി ചെയ്യുന്നത്. ഇത് ഭയങ്കര സിമ്പിളാണ്. പിന്നെ ഇൻഷാ അല്ലാ ഇനിയും വെറൈറ്റി റെസിപ്പീസ് ആയിട്ടെല്ലാം കാണാം. ഈ റമദാനിൽ ഞാൻ വ്ലോഗ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ സംശയം. കാര്യം വ്ലോഗ് ഷൂട്ട് ചെയ്യാൻ കുറേ ടൈം എടുക്കും കേട്ടോ. റെസിപ്പീസ് ആകുമ്പം നമുക്ക് റമദാനിൽ നമ്മളെ സമയം വെറുതെ കളയണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ റെസിപ്പീസ് മാത്രം ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഇനിയില്ലേ ഞാൻ കുറച്ച് മൈദ ലൂസായിട്ട് കലക്കി വെച്ചിട്ടുണ്ടേന്. കുറച്ചൊരു നുള്ളു ഉപ്പ് മാത്രം ഇട്ടിട്ട് ഇതുപോലെ ബാറ്ററാക്കി എടുത്താൽ മതി. കുറച്ച് ലൂസായിട്ട് ആക്കിയാൽ മതി. എന്നിട്ട് നമ്മൾ ഈ സമൂസ ഷീറ്റിൽ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഇത് നിങ്ങൾ ചെയ്യുന്ന കാണുമ്പോൾ വിചാരിക്കും ഇത് അത്ര സിമ്പിളല്ല, ഇതിങ്ങനെ റോളായി കിട്ടുമെന്ന് വിചാരിക്കും. പക്ഷെങ്കിൽ ആദ്യം ഒരൊറ്റ പ്രാവശ്യം ഇങ്ങനെ റോൾ ചെയ്തിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരേ ഡയറക്ഷനിൽ ഇങ്ങനെ റോൾ ചെയ്തെടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ മൊത്തത്തിൽ ഇങ്ങനെ കോട്ടായി കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഇന്നത്തെ 2 റെസിപ്പീസും എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാ നെക്സ്റ്റ് ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു. ബൈ.